പിന്നെ വണ്ടിക്ക് ഓയിൽ മാറ്റാൻ സമയമായി. ഇതുവരെ 75,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. എല്ലാ 2500 കിലോമീറ്ററിൽ ഞാൻ മാറ്റും ഓയിൽ. ഇത് മാറ്റാൻ വേണ്ടിയിട്ട് ഒരു 8-ൻ്റെ ടീ റാഡ്, പിന്നെ ഒരു കട്ടിംഗ് പ്ലെയർ, പിന്നെ 17-ൻ്റെ ഒരു ബോക്സ് റാഡ്, ഇതൊക്കെയാണ് കേട്ടോ വേണ്ടത്. ഫസ്റ്റ് തന്നെ നമ്മൾ ഓയിൽ ഫിൽറ്ററാണ് ഈ കാണുന്നത്. പിന്നെ ഇതിൻ്റെ അടിയിലായിട്ടാണ് ഡ്രെയിൻ നെറ്റ് വരുന്നത്. 17 സൈസാണ് വരുന്നത്. അത് ലൂസാക്കി അഴിച്ച് എടുത്തതിന് ശേഷം ആ നെറ്റ് നന്നായിട്ടൊന്ന് ക്ലീൻ ചെയ്ത് കൊടുക്കുക. പിന്നെ ഈ സൈഡിലായിട്ടാണ് നമ്മുടെ ഓയിൽ ഫിൽറ്റർ വരുന്നത്. അത് 8 സൈസ് നെറ്റാണ് വരുന്നത്. അത് 3 ഒരേപോലെ ലൂസാക്കി അഴിച്ചെടുക്കുക. അതിൻ്റെ ഉള്ളിൽ ഒരു സ്പ്രിങ്ങാണ് വരുന്നത്, അല്ലെങ്കിൽ അത് പൊട്ടിപ്പോകാൻ ചാൻസ് ഉണ്ട് അതിൻ്റെ കവറ്. ഇതാണ് ഓയിൽ ഫിൽറ്റർ. എന്നിട്ട് ഓയിൽ ഫിൽറ്റർ എടുത്ത ആ ഭാഗത്തൊക്കെ നന്നായിട്ടൊന്ന് ക്ലീൻ ചെയ്തതിന് ശേഷം പുതിയ ഓയിൽ ഫിൽറ്ററിൽ കുറച്ച് ഓയിലാക്കിയതിന് ശേഷം നമ്മൾ അതിലോട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട്. 3 ഒരേപോലെ ടൈറ്റ് ചെയ്യാൻ ശ്രമിക്കുക, അല്ലെങ്കിൽ പൊട്ടിപ്പോവും കവറ്. 3 ടൈറ്റ് ചെയ്തതിന് ശേഷം അടിയിൽ വരുന്ന ഡ്രെയിൻ നെട്ടും നന്നായിട്ടൊന്ന് ടൈറ്റ് ചെയ്യുക. പിന്നെ നമ്മൾ പ്ലെയർ വെച്ചിട്ട് മുകളിലത്തെ ക്യാപ്പ് ഊരിയതിന് ശേഷം ഫണല അങ്ങനെ എന്തെങ്കിലും വെച്ചിട്ട് ഓയിൽ ഫില്ല് ചെയ്ത് കൊടുക്കാവുന്നതാണ്. എൻ്റെ വണ്ടിയിൽ 1,200 കേട്ടോ വരുന്നത്. ടാങ്ക് കപ്പാസിറ്റി ഓയിൽ ടാങ്ക് പറയാൻ പറ്റില്ല, എൻജിനിൽ 1,200 കൊള്ളുന്ന ലെവല്. ഞാൻ 1,200 ഒഴിച്ചിട്ടുണ്ട്. പിന്നെ ഈ പഴയ ഓയിൽ ഞാൻ എടുത്ത് കളക്ട് ചെയ്ത് വെക്കും. ഇത് ചെയിനിലാണ് അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആവശ്യത്തിന് വേണ്ടിയിട്ട് ഇടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ.